ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കഫേകളിലൊന്നായ രാമേശ്വരം കഫേയിലോട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കഫേയുടെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല റഷായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു. റോഡിൽ മൊത്തം ബ്ലോക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ വൈറലാകുന്നത് കണ്ടപ്പം പോണം എന്ന് ആഗ്രഹം അപ്പു പറഞ്ഞു. അപ്പോൾ അപ്പു പറഞ്ഞാൽ പിന്നെ അപ്പുവിൻ്റെ ഡാഡി അത് എന്തായാലും സാധിച്ചു കൊടുക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല റഷും കാര്യങ്ങളായിരുന്നു. സത്യം പറയാം കേട്ടോ, മടുത്തു പോയൊരു സംഭവമാണിത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ട്. കാരണം അവളുടെ കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക 1 അവർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ എൻട്രൻസിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എൻട്രൻസിൽ 2 ആനേനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഇവരുടെ കൗണ്ടർ വന്നിരുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ അവിടെ 1 അവർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു അവരുടെ ഒരു കൂപ്പൺ തരുന്നത്. അപ്പോൾ ഈ ഒരു കൂപ്പൺ കൊണ്ട് വന്ന് പിന്നെയും ഞാനൊരു 2 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 അവർ ഒരു ദോശ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സത്യത്തിൽ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു. പക്ഷേ എന്തായാലും അപ്പുവിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഞാനങ്ങ് സഹിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ദോശയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയില്ല വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് കയറുന്ന സമയത്ത് 1-2 ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ തിരിച്ചിറങ്ങി പോന്നതിന് ശേഷം അവിടെ കുറച്ച് ആളൊക്കെ കുറഞ്ഞതിന് ശേഷം രാത്രിയിലാണ് പിന്നെ ഞാൻ വീഡിയോ കുറച്ച് എടുത്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് ആളൊക്കെ കുറവുണ്ട്. പക്ഷേ കയറി വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നല്ല റഷ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ലായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ക്യൂവിൽ നിന്ന് മടുത്ത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിന്ന് മടുത്ത് കാലൊക്കെ വേദന പിടിച്ച് തിരിച്ചു പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടി. അപ്പുവാണെങ്കിൽ ക്ഷമിക്കാം, അവന് ക്ഷമയുടെ നെല്ലിപ്പലകയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അവൻ അതിൻ്റെ മേലേക്ക് ചാടി കയറാൻ തുടങ്ങി. അതുപോലെ മടുത്തു പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദോശ കിട്ടി. ശരിക്കും പറഞ്ഞാൽ വലിയ സംഭവമാണോ എന്താണോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ ദോശ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര വലിയ ദോശയൊന്നും അല്ല. ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു ദോശ. പക്ഷേ ഇവരുടെ ദോശ എന്ന് പറയുമ്പം ഈ ഒരു കുഞ്ഞു ദോശയുടെ ഇതിൻ്റെ അകത്ത് ഇവർ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വെച്ചപ്പോൾ കുറച്ച് ഗീ ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ദോശേൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറയുമ്പം സാമ്പാറും ചട്നിയൊക്കെ ഇവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ നേരെ അങ്ങോട്ട് കുറച്ച് ആൾ കുറഞ്ഞ സ്ഥലം തേടിപ്പോയി ഒരു മരത്തിൻ്റെ ചോട്ടിൽ കയറി ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഈ ഒരു ഗ്ലാസ്സിലാണ് സാമ്പാർ കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള സാമ്പാറാണ്. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാമ്പാറിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ 2 ടൈപ്പ് ചട്നിയും തരുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എടുത്ത് കഴിച്ച് നോക്കി. കുഴപ്പമില്ല, ഓക്കെ, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ദോശേൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദോശയ്ക്ക് 150 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. 150 അല്ലടാ, 150 125 150 150 എന്ന് തോന്നുന്നു അല്ലേ? 150 125. കാരണം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് നാളായതാണ്. എന്തോ 150 125 ആണ് ചാർജ് ചെയ്യുന്നത്. അത്രയ്ക്കും ഈ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ദോശ എന്ന് പറയുന്നത്. പിന്നെ അവർ ചെയ്തിരിക്കുന്ന ആംബിയൻസിന് അതൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു വലിയൊരു ടി വിയും കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് തന്നെ ഈ വരുന്ന കസ്റ്റമേഴ്സിന് ഇരുന്ന് എൻജോയ് ചെയ്യാനും ടൈം പാസ് ചെയ്യാനും ഫാമിലിയായിട്ട് ചെന്ന് പോകുന്ന പിള്ളേർക്കൊക്കെ ഇരുന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഓടി കളിക്കാനും ഒക്കെ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജ് ആയിരിക്കും ഈ ഒരു ദോശയ്ക്ക് വരുന്നത് അല്ലേ? അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. ഞാനവിടെ ഇരുന്ന് കഴിക്കുന്നതിനിടയ്ക്ക് അപ്പു അങ്ങോട്ടേക്ക് എണീറ്റ് പോയി അവിടെ ഇരുന്ന് ദോശ കഴിച്ചു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ IPL നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം കുറേ ആൾക്കാരത് കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ പോയിരുന്ന് കുറച്ച് സമയം എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. ഞാൻ സാധാരണ കോഫിയും ടീ ഒക്കെ കുടിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം കോഫിയും ടീ ഒന്നും മേടിക്കാൻ സമ്മതിച്ചില്ല. കാരണം 1 അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കൂപ്പൺ കിട്ടിയത്. ഇനി ടീയും കോഫിക്ക് വേണ്ടിയിട്ട് വേറൊരു കൗണ്ടറാണ്. അവിടെ പോയി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ തൽക്കാലം ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ഒത്തിരി കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഒറ്റ വീഡിയോയിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ 2-3 പാട്ടായിട്ട് ഇട്ട് നോക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പറ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇവർ കുറേ സംഭവങ്ങൾ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു തമിഴ് സ്റ്റൈലിലാണ് ഇവർ